മണ്ടാന്ന് വിളിച്ചു. അവനെന്നെ വിട്ടിട്ട് പോവുകയും ചെയ്തു. എങ്കിൽ രക്ഷയില്ല. അതെന്താ? വിട്ടിട്ട് പോയില്ലെങ്കിൽ അവനെ തിരിച്ച് മണ്ടാന്ന് വിളിക്കാമായിരുന്നു. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. മണ്ടാന്ന് വിളിച്ചതിനാണോ? അത് കാര്യമാക്കണ്ട. ഞാനൊക്കെ എത്ര മണ്ടൻ വിളി കേട്ടതാ. എന്നിട്ട് ഞാൻ കരയുന്നുണ്ടോ? അതല്ല, കൂട്ടുകാരൻ പോയ സങ്കട. എടോ, ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയാ വേണ്ടത്. ഞാൻ ആശ്വസിപ്പിച്ചതാ. വിഷമിക്കണ്ട. ജീവിതത്തിൽ ഇതുപോലെ പലതും മാറി മാറി വരും. കഴിഞ്ഞ ആഴ്ച എനിക്ക് പനി പിടിച്ചതാ. അത് പിന്നെ മാറി മാറി വന്നു. എടോ, ഒന്നും മിണ്ടാതിരിക്കാമോ? ഞാൻ ഈ തത്വം ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഒന്നും സ്ഥിരമല്ല, എല്ലാം മാറും. അത് നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഒന്നും മാറുന്നില്ലല്ലോ. മാറും. അത് തെളിയിക്കാൻ ഒരു എക്സർസൈസ് തരാം. മേഘ വര. ഇവിടെ ഇരിക്കണം. എന്നിട്ട് മാനത്ത് കണ്ട ഏതെങ്കിലും ഒരു മേഘം വരയ്ക്കണം. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന്റെ ഷേപ്പ് മാറിയിട്ടുണ്ടാകും. അന്നേരം വീണ്ടും വരയ്ക്കണം. ഷേപ്പ് മാറുമോ? താൻ എന്താ ഇതിനു മുമ്പ് ഇതൊന്നും കണ്ടിട്ടില്ലാത്തതുപോലെ? ഞാൻ കണ്ടിട്ടില്ല. എങ്കിൽ താനും വരച്ചോ. അങ്ങനെ ഒരു 10 തവണ മാറി മാറി വരച്ചാൽ സങ്കടവും മാറും. ഞാനിപ്പോ പറഞ്ഞ തത്വം പഠിക്കും. ഈ ഷേരുവിന്റെ ഒരു കാര്യം, മാനത്തെ മേഘത്തിന്റെ ഷേപ്പ് മാറുന്നത് കണ്ടിട്ടില്ലെന്ന്. സൂത്ര, ഇത് മാറുന്നില്ലല്ലോ. താനല്ലേ പറഞ്ഞത് വരച്ചിട്ട് കുറച്ചു കഴിഞ്ഞാൽ ഷേപ്പ് മാറുമെന്ന്. മാറാതിരിക്കാൻ വഴിയില്ല. 2 മണിക്കൂറായി ഇത് നോക്കിയിരിക്കുന്നു. ചിത്രത്തിന് ഒരു മാറ്റവുമില്ല.